ഹലോ വിവർ ഗെയിമീസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൈൻക്രാഫ്റ്റിൽ സ്കിൻ എഡിറ്റ് ചെയ്യലാണ്. ഞാൻ കണ്ടതിൻ്റെ പിന്നെ SG എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഇത് ഞാൻ ഒരുമാതിരിയാക്കിയ സ്കിന്നാണ്. വലിയ രസമൊന്നുമില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. എന്നാലും ഇത് വലിയ പ്രശ്നമില്ലാത്തൊരു സ്കിന്നായിട്ട് എനിക്ക് തോന്നി. കണ്ടോ, ബാക്കിൽ SG എന്നും ഇവിടെ എന്തൊക്കെയാണ് കറുപ്പിലും പിന്നെ ഒരു വാച്ച് മാതിരി വരക്കാൻ നോക്കിയതാണ് നൈസിൽ ചമ്മി. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കേരളത്തെ ഒരു ഫാഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ കേരളത്തെ ഒരു ഫാഷൻ. വെള്ളമുണ്ട്, കറുപ്പ് ഷർട്ട്, പിന്നെ ഒരു സ്വർണത്തിൻ്റെ വള, ഒരു സ്റ്റീവിൽ നമ്മൾ ഇട്ട് കൊടുത്തൊരു ഫാഷനാണ് ഈ സംഭവം. അപ്പം നമ്മൾ ഇത് എഡിറ്റ് ചെയ്താണ്. ഒരു 10 മിനിറ്റ് കളഞ്ഞാലും എന്താ, നമുക്ക് എഡിറ്റ് ചെയ്ത് പവറാക്കാലോ. പിന്നെ ഫുൾ ബ്ലാക്ക് ആയിട്ടൊരു ഫാഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതൊരു ആപ്പ് കോഡാണെന്നും എല്ലാ ആപ്പിൻ്റെ എല്ലാ കാര്യം ഞാൻ തെളിയിച്ച് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ വീഡിയോയിൽ എന്നും പറയണ മാതിരി ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്യുക. എന്നിട്ട് പവറൊക്കെ ചാനലൊക്കെ നമ്മളെ കണ്ട സ്റ്റീവ് മുണ്ടൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കണത്. എന്നിട്ട് നമ്മൾ ആ ആപ്പ് കൂടെ സ്കിൻ ഉണ്ടാക്കി ആ ആപ്പത്തെ എല്ലാ കാര്യവും പറഞ്ഞെന്ന് അത് ഗാലറിക്ക് സേവ് ചെയ്യണം. നമ്മൾ അത് ഗാലറി സേവ് ചെയ്തിട്ട് നേരെ മൈൻക്രാഫ്റ്റിൽ വന്നിട്ട് അത് നമ്മൾ എങ്ങനെയാണ് ഇടുക എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ കൂടുതൽ ലേഖടിപ്പിക്കുന്നില്ല, വേഗം പോവാ വീഡിയോയിലേക്ക്. ആപ്പ് ഏതാണെന്ന് വെച്ചാൽ നമ്മളെ സ്കിൻ എഡിറ്റർ 3D ഫോർ മൈൻക്രാഫ്റ്റ് എന്നുള്ള ഈ ഒരു ആപ്പാണ്. പലർക്കും അറിയാവുന്നൊരു ആപ്പാണ്. 1 crore ഡൗൺലോഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിഡിലൻ ആപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കണ്ടൊരു മൈൻക്രാഫ്റ്റിൽ സ്കിൻ എഡിറ്റ് ചെയ്യാൻ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കയറിയിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തേക്ക്. അപ്പം ഞാൻ എന്തായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ എല്ലാ കാര്യമൊന്നും ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒന്ന് ഈ ആപ്പ് ലോഡാവട്ടെ. ഓക്കെ ഗൈസ്, എന്നിട്ട് ഒന്ന് ടാപ്പ് ടു കണ്ടിന്യൂ എന്നുള്ളതിലൊന്ന് പുറത്ത് ടാപ്പ് ചെയ്താൽ ഒരു ആഡ് വരും. അപ്പോൾ ഗൈസ്, ആഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം നേരെ അവിടെ കാണിക്കണത് നമ്മുടെ സ്റ്റീവിനെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലസ് ബട്ടൺ കണ്ടോ, നിങ്ങൾ മേലത്തെ ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൽ പ്ലസ് ബട്ടൺ കാണുന്നുണ്ടോ? ആ പ്ലസ് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഈ സ്കിൻ അങ്ങനെ ഇത് കാണുന്നുണ്ട്. ഇതൊരു സ്കിന്നിൻ്റെ ഒരു ഇതാണ്. അതായത് വേറെ ആൾക്കാർ എഡിറ്റ് ചെയ്തിട്ട്, വേറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ ആപ്പിൻ്റെ ആൾക്കാർ എഡിറ്റ് ചെയ്തിട്ട് കൊടുത്തൊരു സ്കിൻസാണ്. അപ്പോൾ ഇതുണ്ടോ, ഞാനിപ്പോൾ ഒരു സ്കിന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ വേറെ സ്കിന്ന് നമ്മുടെ സ്റ്റീവിൻ്റെ തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റീവ് സ്കിൻ. അത് നമ്മൾ ഏതെങ്കിലും സ്കിന്ന് എഡിറ്റ് ചെയ്തിട്ട് അത് ബാക്ക് അടിക്കാനായിട്ട് സ്റ്റീവ് സ്കിന്നും അമർത്തിയാൽ മതി. പിന്നെ ആവശ്യം ഇത് നമ്മളൊരു ഗാലറിയുടെയും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഗാലറി അത് വെറുതെയാണ്. പിന്നെ സെർച്ച് നെയിം ഓൺലൈൻ, അതായത് ഇപ്പോൾ ഞാനിതിൽ ഗെയിമർ എന്നൊന്ന് കൊടുക്കുന്നുണ്ട്. ഇതാ ഗെയിമർ തന്നിട്ടുണ്ട്. ഗെയിമർ എന്നൊന്ന് കൊടുത്തതിന് അതായത് ഈ ഗെയിമർ എന്നുള്ള ആളുണ്ടാക്കിയൊരു കോസ്റ്റ്യൂമാണ് ഇവിടെ ഇനി വരാൻ പോവുക. ഓക്കെ, വന്നിട്ടുണ്ട് ഗൈസ്. ഈ ഒരു കോസ്റ്റ്യൂമാണ് വന്നിക്കണത്. ഇതൊരു ഗെയിമർ എന്ന് പറഞ്ഞൊരു വ്യക്തി എഡിറ്റ് ചെയ്ത് അടിപൊളിയാക്കി ഉണ്ടാക്കിയൊരു ഇതാണ്. നമ്മളിപ്പോൾ സ്റ്റീവ് സ്കിന്നെ അമർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് റാൻഡം ഓൺലൈൻ എന്നാണ്. ഇത് ഏതെങ്കിലുമൊക്കെ ഒരു സ്കിന്നിനോട് വരുന്നതാണ്. നോക്കിക്കോ, കണ്ടോ ഏതെങ്കിലുമൊക്കെ ഒരു സ്കിന്നോട് വരും, അത്ര തന്നെ. ഇനി നമ്മൾ ഇതാണ് ഏറ്റവും മുകളിൽ ഒരു കാര്യം പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ ഇത് പറയുന്നു. അതായത് ഇതെന്താ വെച്ചാൽ ഈ ഒരു സാധനം ആദ്യത്തെ നമ്മളെ ഈ ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സാധനമാണ്. ഞാൻ വൈറ്റ് കൊണ്ടാണ് എഴുതണത്, അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടില്ല, സാരമില്ല. ഈ സേവ് ടു ഗാലറി എന്നുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റീവിൻ്റെ ഈ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതും അമർത്തിയിട്ട് ഈ സേവ് ടു ഗാലറിയും അമർത്തുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് ഒരിക്കലും ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ ഷെയർ എന്ന് കാണിച്ചിട്ടുണ്ട്. അത് വന്ന് പോയിട്ട് ആർക്കാച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഷെയർ ചെയ്യാൻ ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഒരു ബോഡിയുടെ ചിത്രം. അതായത് ഇതിപ്പോൾ ഫുള്ള് ഗ്രീനാണ്. ഇപ്പോൾ ഇതിൻ്റെ തലയിൽ ഞാൻ തൊടുമ്പോൾ ഇതിൻ്റെ സ്റ്റീവിൻ്റെ ഇവിടുത്തെ നമ്മുടെ തല കാണാനില്ല. കണ്ടോ, സ്റ്റീവിൻ്റെ ഇവിടുത്തെ തല നമുക്ക് കാണാനില്ല.
എന്നിട്ട് ആകുമ്പോൾ തിരിച്ചു വിടുമ്പോൾ ഗ്രീൻ ആകുമ്പോൾ സ്റ്റീവിൻ്റെ അടുത്ത് തല വരും. അതായത് ഇപ്പോൾ ഞാൻ മുണ്ട് വെച്ചു, പക്ഷെ ആ മുണ്ട് നമ്മളെ മറ്റേ കാലെന്ന് പറഞ്ഞ വേറൊരു ടൈപ്പ് ഇങ്ങനെ ധവലല്ലേ, അതുകൊണ്ട് മുണ്ടിൻ്റെ ഉൾഭാഗം ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ സ്റ്റീവിൻ്റെ ഇതാ ഞാൻ കാണിച്ചതേ, ഇപ്പോൾ ഒരു കാലിൽ കളഞ്ഞാൽ സ്റ്റീവിൻ്റെ ഈ ഒരു കളറൊക്കെ ആവും. അപ്പോൾ അതിനായിട്ട് ആ മുണ്ടിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ അതങ്ങനെ ചെയ്ത് വെച്ചെടുക്കുകയാണ്. ഒരു മിനിറ്റ്. ഓക്കെ. അയ്യോ, 1 മിനിറ്റ് എന്നിട്ട് ഓക്കെ. എന്താ പറയുക, നമ്മൾ ആ എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞത് ഇങ്ങനെ സൂം ചെയ്യാനും മറ്റേ ഇത് സൂമിങ് ഇതാക്കാനുള്ളതാണ്. ഇനി അപ്പുറത്ത് പെൻസിലിൻ്റെ ഉപയോഗം പറഞ്ഞാൽ ഈ പെൻസിലുമേ തൊട്ടിട്ട് ഈ കളർമേ തൊടുക. ഇപ്പോൾ ഒരു ബ്ലൂ ആണ്, അല്ലെങ്കിൽ ഞാനൊരു റെഡ് എടുത്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു, എന്നിട്ട് ഈ പെൻസിലുമേ തൊട്ടിട്ട് ഇങ്ങനെ യെസ് മരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വരച്ച് വിടുക. നമുക്കിപ്പോൾ എത്ര വേണ്ടു എന്നുള്ളപ്പോൾ ഒരു രക്തം മാതിരി ഇതപ്പോൾ ഇതിന് ഒരു ചോരമാതിരി ആക്കിയെന്ന് തോന്നുന്നുണ്ട്, ആയിട്ടുണ്ടാവും. പിന്നെ സ്റ്റീവിൻ്റെ വേറൊരു ടൈപ്പ് ഞാൻ കാണിച്ചുതരാം, നമ്മുടെ വൈറ്റ് കണ്ണ്. ഓക്കെ, ഈ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഞാൻ നമ്മളെ യൂട്യൂബേഴ്സൊക്കെ പലവരും നമ്മൾ ഈ സ്റ്റീവിനെ ഇതാക്കിയിട്ട് ഒരു 3D വീഡിയോ എഡിറ്റ് ചെയ്യണ്ടല്ലോ, അത് ഈ ഒരു ഫാഷൻ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ രക്തം കൊണ്ടൊക്കെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് എഡിറ്റിങ്. അപ്പോഴേക്കിനും ആഡ് വന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ആഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഈ മറ്റെന്താ സ്റ്റീവിന് ഇങ്ങനെ രക്തം കൊണ്ട് ഇതാക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. നമ്മൾ തിരിച്ച് സ്കിൻ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കളറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ മുകളിലത്തെ ഒരു ബക്കറ്റിൻ്റെ ചിത്രം കാണുന്നുണ്ടോ, അതിപ്പോൾ ഞാൻ വൈറ്റാണ് കളർ കൊടുത്തിക്കണത്. അത് നമ്മുടെ വയറിൽ തൊട്ടാൽ ഫുൾ വൈറ്റ്. ഓക്കെ, ഫുൾ വൈറ്റ് ആവും. പിന്നെ നമുക്ക് കാണുന്നത് ഈ ഒരു എന്താ ഇതിൻ്റെ പേര് കിട്ടുന്നില്ല. ഈ ഒരു സാധനം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീവിൻ്റെ കാലുമ്പോൾ തൊട്ടുന്നുണ്ട് ആ കളറാണ് ഞങ്ങളുടെ ഇവിടെ വരിക. സ്റ്റീവിൻ്റെ കണ്ണുമ്പോൾ തൊട്ടുന്നുണ്ട് ആ കളറ്, സ്റ്റീവിൻ്റെ തലയുമ്പോൾ തൊട്ടുന്നുണ്ട് ആ കളറ്. അപ്പോൾ ഒരു കളർ ഇങ്ങനെ എടുക്കാനുള്ളൊരു സൈസ്. ഓക്കെ, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ എന്തൊക്കെ കാട്ടി അതൊക്കെ റിട്ടേൺ വരികയാണ്. പിന്നെ അതിൻ്റെ പുറത്ത് കാണാൻ പറ്റും, തൊട്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഈ തൊട്ട് സൈഡിൽ ഈ സൈഡ് സാധനം കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ എന്തൊക്കെ ഇതാക്കിയാൽ അതൊക്കെ പഴയമാതിരി ആക്കുക. പിന്നെ ഈ സൂമും ഇതാക്കലും. പിന്നെ എറൈസറും കൊണ്ട് നമ്മൾ സ്റ്റീവിനാക്കിയാൽ പോലും വൈറ്റ് ആവും വരിക. അതിപ്പോൾ ഞാൻ മേലെ ഒരു ബ്ലാക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ബ്ലാക്കിന് അങ്ങനെ കൊടുത്തു. അതിൻ്റെ മേലെ കൂടെ കൊടുത്താലും ഫുൾ വൈറ്റ് ആവും വരിക. പിന്നെ പറഞ്ഞിരിക്കണത് ഈ ഒരു ആഡ് എന്നുള്ള ഓപ്ഷൻ, അതിൽ തൊട്ടിട്ടൊരു കാര്യമില്ല ഗൈസ്, ആഡ് വരിക എന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റീവിനെ സ്കിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ അപ്പോൾ ഇത് എല്ലാ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കിന്ന് എഡിറ്റ് ചെയ്യുക, നമുക്ക് തുടങ്ങാം ഗൈസ്. അതിനായിട്ട് നമ്മളെ ബ്ലാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഓക്കെ. എന്നിട്ട് ഇതും അമർത്തുക, എന്നിട്ടാണ് തിരിക്കുക. അല്ലാണ്ട് നമ്മൾ ബക്കറ്റും അമർത്തിയിട്ട് തന്നെ തിരിയൂല, ഇതും അമർത്തിയിട്ട് വേണം തിരിക്കാൻ. എന്നിട്ട് ബാക്കൊന്ന് ഫുൾ ഇതാക്കാം. ഓക്കെ, നമ്മൾ ഇത്രയും ഫുൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ മുഖം മനസ്സിലാവാനായിട്ട് ജസ്റ്റ് ഒന്ന് വൈറ്റ് എടുക്കുകയാണ് ഞാൻ. എന്നിട്ട് പെൻസിൽ എടുത്തിട്ട് ഒരു മിനിറ്റടാ, തെറ്റിപ്പോയതാണ്, വീണ്ടും തെറ്റി. അങ്ങനെ എന്തൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ക്ലിയർ ആയി തരാം. ഇപ്പോൾ ഞാനിങ്ങനെ തൽക്കാലം ഫ്രണ്ട് മുഖം കാണാനായിട്ട് വെച്ചിക്കാണ്. ഇനി നമ്മൾ റൊട്ടേറ്ററിൽ കൊടുക്കുക, ഇതൊക്കെ ഒന്ന് ബ്ലാക്ക് ആക്കുക. ബ്ലാക്ക് കൊണ്ട് വൈറ്റ് ആയല്ലോ, ബ്ലാക്ക് ആകുമ്പത്തേ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ചെറിയ കൊരയും കാര്യങ്ങളൊക്കെ ഒന്നുണ്ട് ഗൈസ്. ഫുൾ ബ്ലാക്ക്. ഓക്കെ, ഹെഡ് ഫുള്ള് ബ്ലാക്ക്. ഇതവിടെ ഒന്നും ബ്ലാക്ക് അല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഇനി ബ്ലാക്ക് ഇല്ലാത്ത, ഇനി ബ്ലാക്ക് ഇല്ലാത്ത ഉണ്ട് ഗൈസ്. എവിടെയെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഹെഡ് നോക്കുക, ഹെഡിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ഇല്ല. പിന്നെ ഹെഡ് തിരിച്ചുകൊണ്ടിട്ട് ബാക്കി എല്ലാ ബോഡി പാർട്സും കളയുക. എനിക്കത് തിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പോവും. ഒരു പുള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും വെക്കുക. അപ്പോൾ തൽക്കാലത്തിനാണ് ഞാൻ ഇതാക്കാനാണ്. ഹെഡ് മൊത്തം ക്ലിയർ ആണ് ഗൈസ്. എന്നിട്ട് നമ്മുടെ ഈ ബോഡി മാത്രം കൊണ്ടുവരിക. ബോഡി കൊണ്ടുവന്നതിനാൽ ഈ രണ്ട് ഭാഗം ക്ലിയർ അല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ബ്ലാക്ക് ആക്കുക. നമുക്കൊന്ന് ബ്ലാക്ക് ആക്കുക. ബ്ലാക്കായി, ഈ ഭാഗം ബ്ലാക്കായി.
എന്നിട്ട് തിരിച്ച് ആ ബോഡിയുമ്പോൾ നിൽക്കുക, ഈ കൈ ഇതാക്കുക. അങ്ങനെ അയക്കാനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതാക്കുക, വേറെ ഉണ്ടോ നോക്കുക, ഇല്ല. എന്നിട്ട് തിരിച്ച് വീണ്ടും നമ്മളെ ഒരു കാലാദ്യം കൊണ്ടുവരിക, ആക്കുക. പിന്നെ അതിന് തൊട്ട് മണ്ടയിൽ നോക്കുക, ആക്കുക. പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ, ഇല്ല. പിന്നെ നേരെ ഈ കാല് മാറ്റിയിട്ട് ഈ കാല് എടുക്കുക. ജസ്റ്റ് വീണ്ടും കളർ അമർത്തി ജസ്റ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഫുൾ ബോഡി പാർട്സ് ഓപ്പൺ ചെയ്യുക. നമ്മളിപ്പോൾ എല്ലാ ബോഡിയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളെ ഫ്രണ്ട്. ഇനി ഫ്രണ്ടിൻ്റെ അവിടുത്തെ നമുക്ക് കണ്ണാണ് ശരിയാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ആഡ് വന്നു ഗൈസ്. ഇതിൽ ആഡ് കുത്തി അരച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, വീണ്ടും ആഡ് പോയി. ഞാനിതൊന്ന് കൊടുത്തപ്പോൾ കണ്ണില്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ റബ്ബർ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കണ്ണിനാണ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ വേണ്ട, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫുൾ ബ്ലാക്കും നമ്മൾ കുറച്ച് സൂമിങ് ഇതാക്കാം. എന്നിട്ട് വീണ്ടും റബ്ബർ എടുത്തിട്ട് മായ്ക്കണടുത്തൊക്കെ ഒന്ന് മായ്ക്കുകയാണ് ഞാൻ. ഇവിടെയൊക്കെ ഇങ്ങനെ വെറുതെ എഡിറ്റ് ചെയ്യാണ് ഗൈസ്. നമുക്കിപ്പോൾ വെറുതെ കാണിക്കാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പറ്റണതും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഞാനൊന്ന് വിശ്വസിക്കണു. ഓക്കെ, നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഓക്കെ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് ആണ്. എവിടെ റബ്ബർ? ഓക്കെ ഗൈസ്, നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാവണില്ല, അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് മനസ്സിലാവണില്ല. ഞാൻ റെഡ് എടുത്തു, ഓക്കെ കൊടുത്തു, പെൻസിൽ എടുത്തു, കണ്ണ്. അയ്യോ എടാ എടാ. ഓക്കെ, നമ്മൾ ഇങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് എടുക്കറ, ബ്ലാക്ക്. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ കൊടുത്ത് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ രസമുണ്ടോ ഇല്ലേന്നൊന്നും അറിയില്ല. എന്തായാലും ടുടു അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്, അതായത് ഇനി എങ്ങനെ ഇത് നമുക്ക് സേവ് ടു ഗാലറി, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അതിനായിട്ട് ഇതുമ്പോൾ നിൽക്കുക. ഈ സേവ് ടു ഗാലറി അതുമ്പോൾ നിൽക്കുക. അപ്പോൾ ഒരു ആഡ് വരും. അപ്പോൾ നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ കണ്ട് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറിയിലൊന്ന് പോയി നോക്കാം. നമുക്ക് ഫോട്ടോ അവിടെ വന്നിക്കണമെന്നൊന്ന് നോക്കാം. നമ്മുടെ സാധനം, അതായത് നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റീവിൻ്റെ ഈ ഒരു കയ്യും ഒരു ബോഡീൻ്റെ ഒരു ഇതും വന്നിട്ടുണ്ട്. ഇത് സൂം ചെയ്യാൻ പറ്റത്തില്ല. സൂം ചെയ്യാൻ നോക്കും വേണ്ട. ഇനി നമുക്കിതെങ്ങനെ മൈൻക്രാഫ്റ്റൊക്കെ എടുക്കാമെന്നാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നേരെ നമുക്ക് മൈൻക്രാഫ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റീവും കാര്യങ്ങളൊക്കെ അതാ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റീവിൻ്റെ അടിയത്തെ ഈ ഡ്രസ്സിങ് റൂം എന്നുള്ള സാധനം കണ്ടോ, അതിമൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിമ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴും ഇവിടെ സ്റ്റീവിനെ കാണിക്കുന്നുണ്ട്. ആ സ്റ്റീവിൻ്റെ തൊട്ട് താഴെ ചേഞ്ച് ക്ലാസിക് സ്കിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണിക്കണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔണ്ട് സ്കിൻ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഇതാ ഈ ഒരു ഇത് കണ്ടോ, അതുമൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അടിയത്തെ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ ഫസ്റ്റ് കിടക്കണ്ട നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഒരു ബണ്ടിലിൻ്റെ ഫോട്ടോ, അതായത് ആ ഒരു സ്കിന്നിൻ്റെ ഒരു ഫോട്ടോ കിടക്കുന്നുണ്ടാവും, ഞാൻ കാണിച്ചെന്നല്ലോ. എന്നിട്ട് ഇതിൽ ഞാൻ രണ്ടാമത് കൊടുക്കുക. ഓക്കെ, ഇത് 1, ഇത് 2. ഇതിൽ 2 കൊടുക്കുകയാണ് ഞാൻ. അതാവും ഒത്തിരി ക്ലിയറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതാവുമ്പോൾ വലിയ പ്രശ്നമില്ലാണ്ട് കാണാം. ഇപ്പോൾ ഞാൻ ഇവിടെ സ്കിന്നും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ കണ്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ സ്കിന്ന്, നമ്മൾ എഡിറ്റ് ചെയ്ത സ്കിന്ന് ഇതാണ്. വലിയ രസമൊന്നുമില്ല, ഒരു ചപ്പറ സ്കിന്നാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഗൈസ് എന്താണെന്ന് പറയാനെന്നുള്ളത് വെച്ചാൽ നമ്മൾ ഈ ഒരു ബണ്ടിലുണ്ടോ, ഇതിപ്പോൾ നമുക്കിതിൽ നമ്മൾ കോയിൻ കൊടുത്ത് തന്നെ വാങ്ങണം. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു എഡിറ്റർ ആപ്പിൽ നമുക്ക് ഇഷ്ടമുള്ളത്, അതായത് നമുക്ക് പറ്റിയ രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്യുക. പറ്റുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഞാൻ എന്താ പറയുക, നമ്മുടെ ഷോർട്ട്സിൽ ഇതിൻ്റെ ഓരോ ഫോട്ടോ ഞാൻ ഇടാം. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതെടുത്താൽ മതി. ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അതൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ നേരെ ഞാൻ പറഞ്ഞ ട്രിക്കിൽ മൈൻക്രാഫ്റ്റിൽ കൊടുത്തിട്ട് ചെയ്താൽ മതി. അത് ഞാൻ ഓരോ ഷോർട്ട്സ് ആക്കിയിട്ട് ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം. പിന്നെ ഈ സ്കിന്ന് മാത്രമല്ല കേട്ടോ, പറയും പോലെ ഇതാ ഈ സ്കിന്നുണ്ട്, ഈ സ്കിന്നുണ്ട്, ഈ സ്കിന്നുണ്ട്, ഈ സ്കിന്നുണ്ട്, ഇങ്ങനെ പല സ്കിൻസും ഉണ്ട്. ഇതൊക്കെ പിന്നെ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം, നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഒരു ലോങ് സ്കിന്നാണ്. എന്തായാലും നല്ല എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ല പാടാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങളെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ പല വീഡിയോക്കും നിങ്ങൾ ചാനലൊന്ന് സബ് ചെയ്ത് ചാനലൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് ബൈ.